സൗന്ദര്യം നിലനിർത്താൻ കഷ്ടപ്പെടുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുവാൻ ടിയാമോ ഫാമിലി ബ്യൂട്ടി സ്പാ അങ്ങാടിപ്പുറത്ത് എത്തിക്കഴിഞ്ഞു. ബ്രൈഡൽ സ്റ്റുഡിയോ ആൻഡ് സ്റ്റിച്ചിംഗ് സൗകര്യം കൂടി ലഭ്യമാക്കിക്കൊണ്ടാണ് ടിയാമോ അങ്ങാടിപ്പുറത്ത് എത്തിയിരിക്കുന്നത്. സൗന്ദര്യത്തിന് മാസ്മരീകതയുടെ നിറച്ചാർത്ത് നൽകിക്കൊണ്ട് ബ്യൂട്ടീഷ്യൻ രംഗത്ത് വിപ്ലവകരമായ മാറ്റവുമായാണ് ടിയാമോ ഫാമിലി ബ്യൂട്ടി സ്പാ അങ്ങാടിപ്പുറത്തിന്റെ മണ്ണിൽ എത്തിയിരിക്കുന്നത്. ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മേക്കപ്പുകൾ, ത്രെഡിംഗ്, ഹെയർ കട്ടിംഗ്, സ്ട്രൈറ്റനിംഗ്, സ്പാ, ഹെന്ന, വാക്സിൻ, ഫേഷ്യൽ, ഫേസ് ക്ലീനപ്പ്, ബ്ലീച്ച്, ഷാനാസ് മസാജ്, മെയിൽ ആൻഡ് ഫീമെയിൽ മസാജുകൾ, ബ്രൈഡൽ പാക്കേജുകൾ തുടങ്ങി സൗന്ദര്യം നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാവിധ ട്രീറ്റ്മെന്റുകളും ഡിസൈനിംഗ് രംഗത്ത് വർഷങ്ങളോളമായി പ്രവൃത്തി പരിചയമുള്ള ഡിസൈനേഴ്സ് നയിക്കുന്ന ബ്രൈഡൽ സ്റ്റിച്ചിംഗ് യൂണിറ്റും ടിയാമോ ഫാമിലി ബ്യൂട്ടി സ്പായിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ, ബ്രൈഡൽ മേക്കപ്പുകൾ എന്നിവ പഠിച്ചെടുക്കുന്നതിനായി മികച്ച അധ്യാപകരുടെ ക്ലാസുകളും ടിയാമോയിൽ നിന്നും ലഭ്യമാണ്. മാത്രമല്ല, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ഹെൽത്തി ന്യൂട്രീഷൻ സെന്ററിലെ വിദഗ്ധ ഡോക്ടറിന്റെ സേവനവും ടിയാമോ ഫാമിലി ബ്യൂട്ടി സ്പായിൽ ഒരുക്കിയിട്ടുണ്ട് എന്നത് ടിയാമോയുടെ പ്രത്യേകതയാണ്. ത്രെഡിങ്, ഹെയർ കട്ടിങ്, ഫേഷ്യൽ, ബ്ലീച്ച്, ഹെന്ന, സ്പാ, ഹെയർ സ്പാ, ഹെഡ് മസാജ്, സ്മൂത്ത്ലിങ്, സ്ട്രൈറ്റ്ലിങ്, റീബൗണ്ടിങ്, ബ്രൈഡൽ പാക്കേജിംഗ് ആയിട്ടുണ്ട്, വാട്ടർ പ്രൂഫ്, പിന്നെ ഹെയർ ബ്രഷ് ആൻഡ് HD മേക്കപ്പ്. എനിക്ക് 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ 6 വർഷമായിട്ട് നമ്മൾ പെരിന്തൽമണ്ണയിൽ തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടാണ് നമ്മൾ ടിയാമോ ഇട്ടത്. നമ്മൾ വിവാഹത്തിന് വീട്ടിൽ പോയിട്ട് ചെയ്യാറുണ്ട്, ഇവിടെ വന്നിട്ടും ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജിന് സമീപത്തായി PPA കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം മേക്കപ്പ് ആർട്ടിസ്റ്റും മഞ്ചേരി അപ്സര ബ്യൂട്ടി പാർലർ MD-യുമായ AK അപ്സരയും മേക്കപ്പ് ആർട്ടിസ്റ്റും ഫാഷൻ ഡിസൈനറുമായ അനു കൃഷ്ണയും ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ബിന്ദു എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.